ഹായ് ഗൈസ്, എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലെയും അടുക്കളയിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ചെയ്യാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ കറ വീണിട്ടും ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ആ ഒരു ടിപ്പ് ഇട്ട് വരുന്നു, ഗ്യാസ് അടുപ്പ് എങ്ങനെ ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കി വെക്കുക എന്നുള്ള ഒരു ടിപ്പ് ചെയ്യുവാന്ന് നമ്മുടെ കുറച്ചൊരു കമന്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുണ്ട്, ഗ്യാസ് അടുപ്പിന്റെ ഇപ്പോഴത്തെ കോലമൊന്നും നിങ്ങൾ കണ്ടോ? ഇത് കണ്ടില്ലേ, ഫുൾ അലങ്കോലമായിട്ട് ഇതേ കറയൊക്കെ പിടിച്ചത്, പോകാത്ത കറകളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടക്കൊക്കെ. ഇതൊക്കെ കണ്ടത്, ഇതൊന്നും പോകാണ്ടിരിക്കുവോ? ഫുള്ളൊരു പഴയ സംഭവം പുതിയതാണ്, പക്ഷെ ഈ കറയൊക്കെ വീണിട്ട് ഭയങ്കരമായിട്ടും പഴയ ഒരു ലെവലിലിരിക്കുകയാണ്. നമ്മളിത് എങ്ങനെയാണ് പുതിയതാക്കുന്നതെന്ന് കാണിച്ചു തരാം, വാ. ഇത് അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഗോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ്, ഗോൾഗേറ്റിന്റെ പേസ്റ്റ് എടുത്തിട്ട് ഇത് കണ്ട ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം കുറച്ച്, കണ്ട ഗോൾഗേറ്റിന്റെ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിത് മൊത്തം ഒന്ന് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ട, ഇതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുണമുള്ള ഒരു വീഡിയോ ആണ്. കണ്ടോ, അതെ നമ്മൾ നൈസായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, അങ്ങനെ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്കൊരു സിമ്പിളായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് തോന്നിയത്. ഞാനിത് ചെയ്ത് വിജയിച്ചൊരു സംഭവമാണ്, അതുകൊണ്ടാണ് നമ്മൾക്ക് അറിയാവുന്നവരുണ്ട്, ഇത് ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളവരുണ്ട്, അവരാണ് എൻ്റെ അടുക്ക പറഞ്ഞത് ഈ വീഡിയോ ഒന്ന് നീ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഗുണമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വന്നേ. വാ, കണ്ടോ ഇത് കണ്ടോ, നമ്മളിത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാവരും ചെയ്തു പോകണം. അപ്പോൾ നമ്മളിത് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും എടുത്ത് നമ്മൾ മാറ്റി വെച്ചേക്കണം. ഇതിൻ്റെ കണ്ടോ, ഇതിന് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റിയിട്ട് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അതെടുത്ത് മാറ്റിയത്. ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം കറയാണ് ഗൈസ്, കണ്ടോ. കാരണം നമ്മൾ ഈ ഗുണമുള്ള വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലോട്ട് എത്തിക്കണം, എന്നാലേ നമുക്ക് ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ഇടാനായിട്ടുള്ള. എല്ലാവർക്കും ഗുണമായിട്ടുള്ള വീഡിയോ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. കാണാം, ഇപ്പം എല്ലായിടത്തോട്ടും അപ്ലൈ ആവുന്നുണ്ട്. കാണാം, ഇതിപ്പോൾ ഒരു ഡിസൈൻ കണക്കായല്ലോ അല്ലേ. ഇപ്പം നമ്മൾ ഈ കറികൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെയൊക്കെ നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, മസാലപ്പൊടികൾ, അങ്ങനെയുള്ള എണ്ണ, ഇത് മുട്ട പൊരിച്ചത്, ഇറച്ചിക്കറിയുടെ നെയ്യ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീണ് കഴിയാൻ നേരത്ത് മൊത്തം നമ്മളെ ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പിന്നെ ഇത് കാണാനും, പിന്നെ നമ്മുടെ വീട്ടിലുള്ള അതിഥികളൊക്കെ വരാൻ നേരത്തെ, ഫാമിലി മെമ്പേഴ്സ്, ഗസ്റ്റുകളൊക്കെ വരാൻ നേരത്തെ ഈ വീട്ടിൻ്റെ അടുക്കളയിലോട്ടൊക്കെ വന്ന് നമ്മളെ ഈ ഗ്യാസ് അടുപ്പൊക്കെ കാണാൻ നേരത്ത് നമുക്ക് തന്നെ ഒരു കുറച്ചിലായിരിക്കും. സംഭവം പുതിയതാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ, ഈ വരുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇത് പുതിയതാണെന്ന്. അപ്പം നമുക്ക് അവരുടെ മുന്നിലൊക്കെ ഇത് കാണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ പിന്നെ ഡെയിലി ഗസ്റ്റുകളാണ്, വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവില്ല, നമ്മുടെ വീട്ടിൽ വരാണ്ടിരിക്കുന്ന ആരുമില്ല, എല്ലാവരും നമ്മുടെ വീട്ടിൽ ഓടിപ്പടച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും ഇത് വൃത്തിയാക്കിയിടണം. എന്താണെന്ന് പറയുക, എല്ലാവരും വരുന്നതുകൊണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസ് അടുപ്പ് അലമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. നമ്മളെപ്പോഴും ഇത് ക്ലീൻ ചെയ്തിടുന്നതാണ്, പക്ഷേ ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ 2 ദിവസം ഇത് തുടക്കാണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നതാണ് നമുക്ക് വീഡിയോ ഇത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. ഈ ക്ലീൻ ആയിട്ടുള്ള ഈ ഗ്യാസ് അടുപ്പിനകത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതേ കണക്ക് അലങ്കോലമായിട്ട് കിടക്കുന്നതിൽ കാണിച്ചാലേ നിങ്ങൾക്കും അത് ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാവണം, വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ഇതൊക്കെ കണ്ട, ഇവിടെയൊക്കെ ഫുള്ള് തുരുമ്പടിച്ച് അഷറായിട്ടിരിക്കും. ഇതിനകത്തൊക്കെ ഞാൻ തൂത്തു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട, തുരുമ്പടിച്ച പൊടികളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ, കണ്ട. പിന്നെ അതിനകത്ത് ഈ എണ്ണയുടെയും നെയ്യിൻ്റെയൊക്കെ പൊടിപടലങ്ങളൊക്കെ, നെയ്യൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര അഷറായിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതൊക്കെ തേച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വെച്ചേക്കും. 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം നമ്മളിത് ഇതൊക്കെ തുടക്കുന്നതിൻ്റെ ഇടക്കാണ് മനസ്സിലായത് നമുക്ക് ഇതിൻ്റെ ഇടക്കൊക്കെ നല്ല അഷറായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഈ ബർണറിൻ്റെ ഈ ഒരു ഇത് കണ്ട, ഇത് ഊരിയെടുക്കണം. ഇത് ഊരിയെടുക്കുമ്പോൾ കണ്ട, ഇതിൻ്റെ ഇടക്കൊക്കെ നല്ല അഷറായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് കുറച്ച് പേസ്റ്റൊക്കെ ഇവിടെയൊക്കെ തൂത്ത് കൊടുക്കാം. നല്ല തുരുമ്പടിച്ചിരിപ്പുണ്ട് ഇവിടെയൊക്കെ, കണ്ട. അപ്പോൾ നമ്മളിത് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അത് വിടുന്നത് നമ്മൾക്ക് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റാണ് ഈ പേസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഇതൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഇവിടെയൊന്നും വലിയ കലിപ്പില്ല. ഇവിടെയൊക്കെ എന്തോ നെയ്ക്കറ ഈ അതിൻ്റെയൊക്കെയാണ്, നെയ്യും ഈ ഇറച്ചി നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറ്റിയിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് തുരുമ്പടിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം സെറ്റാക്കി. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓ വാട്ട് എ സെറ്റ്. ഇതിപ്പോൾ ഇച്ചിരി സെറ്റായിട്ടിരിക്കുന്നു. കണ്ടത് ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഇത് നോക്കിക്കേ, കണ്ട നല്ല അടിപൊളിയായിട്ട് കറയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് കുറച്ച് നമുക്ക് സെറ്റാക്കുമല്ലോ. നമ്മളിത് ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ നല്ല കട്ടക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടേക്ക് ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് വെക്കണം, എന്നാലേ ഇത് സംഭവം സെറ്റ് ആകത്തുള്ളൂ. കണ്ടോ ഇവിടെയൊക്കെ നല്ലതുപോലെ അലമ്പായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എന്തായാലും ഇരിക്കട്ടെ. ഇതിങ്ങനെ തന്നെ നോക്കിക്കേ, മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അപ്പോൾ നമ്മൾ ഈ ബർണറിൽ നിന്ന് ഊരിയെടുത്തത് ഇതിൻ്റെ അടിഭാഗം കണ്ടോ എല്ലാത്തിൻ്റെയും. ഈ ലാസ്റ്റത്തേനകത്ത് ഭയങ്കരമായിട്ടും കറയായിരുന്നത്. ഇത് കണ്ടോ എല്ലാത്തിൻ്റെ അടിയിലും കറയുണ്ട്. കണ്ടോ ഇതിൻ്റെ അടിയിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് രണ്ടിൻ്റെ അടിയിലും നല്ല കറയുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അടിയിലോട്ടും കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇങ്ങനെ ഇത് ഊരിയിടക്ക് നമ്മൾ ഇത് കണക്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എപ്പോഴും പുതിയത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. കണ്ടോ ഇത് കണക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സംഭവം റെഡിയാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറയിനകത്തോട്ടൊക്കെ ഇറങ്ങി പിടിച്ച് തുരുമ്പൊക്കെ പെട്ടെന്ന് വലിയുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ നമ്മൾ പേസ്റ്റ് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിന് മേളിലായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തെ കറകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഈ അടിഭാഗത്തെ കറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ കറയായിരുന്നു. ഇതൊക്കെ ശരിക്കും കണ്ട ഈ കറയൊക്കെ നല്ലതുപോലെ വിട്ടു വന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് വന്നേ ഫോക്കസ് ചെയ്ത്. ഇതിൻ്റെ ആദ്യത്തെ കണ്ടായിരുന്നില്ല, നല്ല കട്ടക്കറയായിരുന്നു. എങ്ങനെയുണ്ട് മോളെ അഭിപ്രായം പറഞ്ഞേ? ഇത് നോക്കിക്കേ, അതിന്റെ ആദ്യത്തെ കറയെന്ന് പറഞ്ഞപ്പോ കണ്ടായിരുന്നല്ലോ ഫുള്ള് തുരുമ്പടിച്ച്. ഇത് നോക്കിക്കേ, ഇത് നോക്കിക്കേ, അത് ഇതായി പോയി. ആ കറയും തുരുമ്പൊക്കെ ഭയങ്കരമായിട്ടും മിൽറ്റായി പോത്തില്ലേ, അതേ കണക്കായി പോയി. ഇത് കണ്ടത് അതേപോലെ തന്നെ ഇതിന്റെയൊക്കെ അടിഭാഗമൊക്കെ ഭയങ്കര ഇതായിരുന്നു. കണ്ടോ അതെ കണ്ടോ, ഒന്ന് തുടച്ചപ്പോ തന്നെ നീറ്റായി വരുന്നുണ്ടോ. പേസ്റ്റിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കണ്ടോ നമ്മൾ നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണമെന്നുണ്ട്. കണ്ടോ ദേ നോക്കിക്കേ, ഈ 2 ബർണറിന്റെ ഇത് നോക്കിക്കേ. കണ്ടോ പിന്നെ പുതിയത് മാറിയിരിക്കുന്നതാണ് കൈപ്പോയില്ലേ. പേസ്റ്റ് ഒക്കെ അതേ കണക്ക് തന്നെ ചെറിയൊരു പതപ്പ് കണക്ക് വന്നിട്ടുണ്ട്. പത കണക്ക് കണ്ട അതിന്റെ ആ കറയൊക്കെ ഇതായിട്ട് വന്നേ, പൊങ്ങി വന്നതിന്റെ. ഇതും അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് കണ്ട ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ അധികം മൂലയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ 3 ബർണറിന്റെ അടിയിലുള്ള പീസാണിത്. കണ്ട നോക്കിക്കേ, പേസ്റ്റ് കൊണ്ട് തുടച്ചപ്പോൾ ഇത് കണ്ടോ എങ്ങനെയുണ്ട്. എന്നിട്ട് ഇത് മാറ്റി നമുക്ക് ഇവിടെ വെക്കാം എന്തായാലും. അന്നേരം നമുക്കിത് ഈ ബർണറിന്റെ ഒരു ദിവസം ചെയ്യുന്നതാണ്. ഇത് നല്ല കളറാക്കി തരുന്ന ഒരു ദിവസം ചെയ്യുന്നതാണ്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് തുറക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതും കൂടെ നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുപ്പ് തുറക്കാൻ പോവാം. ഇതിന്റെ ഇടയൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇത് ഇവിടെയൊക്കെ കണ്ടായിരുന്നല്ലോ. കണ്ട എങ്ങനെയാണത് തുടച്ചു കഴിഞ്ഞിട്ട് നോക്കിക്കോ. നമ്മൾ നേരത്തെ കണ്ടാണ് നെയ്യിന്റെയും എണ്ണക്കറയും ഈ മസാലപ്പൊടികളും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അതിൻ്റെയൊക്കെ നെയ്യൊക്കെ വീഴുമ്പോൾ ഭയങ്കരമായിട്ട് പഴയത് കണക്കിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത് തുടച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ തുണിയൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒന്നും കൂടെ തുടക്കുന്നുണ്ട്. ഇത് നോക്കി, ഇതിനകത്തൊക്കെ ആദ്യത്തെ കറ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഇതിനകത്തൊക്കെ ഭയങ്കര കറയായിരുന്നു. ഇത് കണ്ട പുതിയത് മാറി. ഇതേ കണക്ക് ഇങ്ങനെ നമുക്ക് കുറെ വിദ്യകളുണ്ട്, മനസ്സിലായ? നമ്മൾ ഈ ടിപ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതേ കണക്കത്തെ ഗുണമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം, എന്നാലേ നമുക്ക് അടുത്തതുമായിട്ട് വരാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. കണ്ട ഇതിപ്പോ ഞാൻ ആദ്യം ഇട്ടപ്പോ എങ്ങനെയായിരുന്നു, പഴയ പക്കട്. ബിഫോർ ആഫ്റ്റർ നോക്കിയാൽ മതി. കണ്ടോ കണ്ടോ പിന്നെ നോക്കിക്ക് എന്ത് അടിപൊളിയായിരുന്നു. ഞാൻ ഇതൊന്ന് ജസ്റ്റ് കഴുകിക്കൊണ്ടുവരും.
അപ്പോഴേ ഞാൻ തുണിയൊക്കെ ഒന്ന് തുടച്ചോണ്ട് വന്നിട്ട് തുടക്കമാണ് കണ്ടോ. ഈ പേസ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ പതഞ്ഞു വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ആ തുണിയിൽ ആദ്യം ഫുൾ എടുത്തൊന്നും പോയിട്ട് ആ തുണിയൊന്ന് കഴുകിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ലെവൽ നോക്കിയതേ കണ്ട എന്ത് പെർഫെക്ഷനാണ് നോക്കിക്കുക. പേസ്റ്റ് ഇട്ട് നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്തപ്പോൾ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതിനെക്കാട്ടി നല്ല ക്ലൈസിങ് ആണ്. ഇതിൻ്റെയൊക്കെ ഇതിനകമൊക്കെ നോക്കിയാൽ പറഞ്ഞോ എൻ്റെ കേരളേ കണ്ട. കണ്ട ഇതിനകത്തൊക്കെ എന്ത് കറയായിരുന്നല്ലേ. ഇതിപ്പോ നോക്കിക്കേ, ആ ബർണറിന്റെ അടിയിലിരിക്കുന്നതിനൊക്കെ എന്ത് കറയായിരുന്നു ഇതിന്റെ അടിയിലിരുന്ന. ഇപ്പൊ ഏതാണ് കറയുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഇതൊക്കെ. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഗുണമുള്ളതാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. എന്നാലേ മറ്റുള്ളവർ ഇത് കാണത്തുള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇടാൻ നേരത്തെ എല്ലാവരും നമ്മൾ കമന്റ് നോക്കുക. അതിനകത്ത് നല്ലതാണ്, നല്ല കമന്റ് ആണോ ബാഡ് കമന്റ് ആണോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് റിസൾട്ട് ഫ്ലോപ്പ് ഉണ്ടാ കാര്യങ്ങളായിട്ടുള്ള സത്യമാണോ കള്ളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ കമന്റ് ഇടും. പിന്നെ ചില കമന്റ് ജോലിക്കാരും ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരുന്നിട്ട് രസത്തിന് വേണ്ടി കമന്റ് ഇടുന്നത്. അങ്ങനെ കമന്റ് ഇടരുത് ഒരിക്കലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറേ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്കതിന് നല്ല കമന്റ് നമ്മൾ പ്രതീക്ഷിക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ വന്ന് ബാഡ് കമന്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും. എന്ന് വെച്ച് ചുമ്മാ കൊള്ളത്തില്ല എന്ന് പറയരുത് കേട്ടോ. നീ നോക്ക്, നമുക്കിത് എന്നിട്ട് നോക്കിക്കേ എങ്ങനെയാണെന്ന് ചുറ്റും ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പൊ ആദ്യത്തെ കണക്കാണോ നോക്കിക്കേ. അടിപൊളിയായിട്ടില്ലേ? ഇതിപ്പോ നമുക്ക് ബർണറിന്റെ അടിയിലുള്ള സാധനങ്ങൾ വെച്ചു കൊടുക്കാം. അതെ ആദ്യത്തെ നമ്മളത് ഇങ്ങേറ്റത്ത നല്ല കറയുണ്ടായിരുന്നത് ഇത് കണ്ട, ഇത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ അടിയിലിരുന്നത് ഇത് കണ്ട. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മുടെ നടുക്കത്തെയാണ്. ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഇട്ട് കൊടുക്കാം. ദേ അവസാനത്തെ തുടച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അതിൻ്റെ മേളിലോട്ട് ബർണർ വെച്ച് കൊടുക്കുക. കണ്ട അതിങ്ങനെ മൂടി ഇട്ട് കൊടുക്കുക. കണ്ട നോക്കിക്കേ എന്ത് അടിപൊളിയായിട്ടാണ് നോക്കിക്കേ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളും നമ്മൾ അറിയിക്കണം. നമുക്ക് കമന്റും ചെയ്യണം. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇന്ന പോലെ റിസൾട്ട് കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതേപോലെ മറ്റുള്ളവർ ചെയ്തിട്ട് അവർക്ക് ഗുണം ഉണ്ടായെന്നും പറഞ്ഞ് നമ്മളെ കമന്റ് ഇടത്തില്ലേ, അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ല രീതിയിൽ വിജയിച്ചു എന്ന് മറ്റുള്ളവർ നമ്മളൊക്കെ പറയത്തില്ലേ, നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടി, താങ്കളുടെ വീഡിയോ ഭയങ്കര ഗുണമായിട്ടുള്ളതാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമ്മുടെ സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഒത്തിരി വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുവരെയുള്ള സപ്പോർട്ട് എനിക്ക് സന്തോഷമാണ്. ഇനിയും മുന്നോട്ടും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ബൈ.